പണ്ട് കുറച്ച് കുട്ടികൾ കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻപിൽ കളിക്കുകയായിരുന്നു കേട്ടോ. അന്ന് ഇന്നത്തെ പോലെ തിരക്കോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതിലൊക്കെ മുമ്പാണേ. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത്ര വലിയ കുട്ടികളുടെ കൂടെയൊന്നും കളിക്കാൻ സാധാരണ കൂട്ടാറില്ല, പക്ഷെ അവർ കൂട്ടി. കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ, അങ്ങനെ കളിക്കാനൊക്കെ കൂടി. കളിക്കണതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് വിശന്നപ്പോൾ കുട്ടികൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മമാർ തിരിച്ച് വിടില്ല കളിക്കാനായിട്ട്. വെയിലൊക്കെ ആയി എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് വീട്ടിൽ പോകാൻ വയ്യ. അത് കാരണം കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്തു, അവിടെ പുറത്തുണ്ടായിരുന്ന ഭണ്ണാരത്തിൽ നിന്ന് ഒരു ഈർക്കിലോ അങ്ങനെ എന്തോ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പൈസ എടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതിൽ നിന്ന് പൈസ എടുത്തിട്ട് അവരടുത്ത് കണ്ട ഒരു കടയിൽ നിന്ന് നേന്ത്രപ്പഴമൊക്കെ വാങ്ങി കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുവാവയും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ കഴിച്ചു, വിശപ്പൊക്കെ മാറി അവർ വീണ്ടും കളിക്കാൻ പോയി. പക്ഷേ ഇതൊക്കെ കണ്ട് ആ കടയിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ എന്ത് ചെയ്തു, ആൾ വേഗം തന്നെ പോയിട്ട് അവിടെ നാട്ടുകാരെയൊക്കെ കൂട്ടി വന്നു. കുട്ടികളിങ്ങനെ ഭണ്ണാരത്തിൽ നിന്ന് പൈസ എടുക്കണ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടിലെ വലിയ വലിയ ആൾക്കാരെയൊക്കെ കൂട്ടി വന്നു കേട്ടോ. അപ്പോൾ കളിക്കുന്നുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ വിളിച്ച് വരിയായി നിർത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ ഭണ്ണാരത്തിൽ നിന്ന് പൈസ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അവർ പറഞ്ഞു, ഉവ്വ് ഞങ്ങളെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എടുത്തേ, കാരണം എന്താ, ഞങ്ങൾക്ക് വിശന്നു ഞങ്ങളെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അവർക്ക് നോക്കുമ്പോൾ തല്ലാനുള്ള പ്രായമൊന്നുള്ള കുട്ടികളല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവർക്കൊരു ശിക്ഷ കൊടുക്കണ്ടേ, ഭണ്ണാരത്തിൽ നിന്ന് പൈസ എടുത്ത് ഇനി ആവർത്തിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ അമ്പലത്തിൻ്റെ ചുറ്റും 9 തവണ നിർത്താതെ ഓടുക. അപ്പോൾ ഇനി അതവർ മറക്കില്ല. അപ്പോൾ അവരുടെ പ്രായത്തിനേക്കാളും വലിയ ശിക്ഷയാണത്. അത്ര വലിയ കുട്ടികളല്ല, ഒരു മീഡിയം കുട്ടികൾ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അത് നോക്കാനായിട്ട് 2-3 ആൾ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നു. അങ്ങനെ അവർ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ 8 കുട്ടികൾ അങ്ങനെ ഓടാനായിട്ട് തുടങ്ങി കേട്ടോ. ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നോക്കാനായിട്ട് നിൽക്കണ ആൾക്കൊരു ഡൗട്ട്, ഒരു കുഞ്ഞു കുട്ടീനെ കാണാനുണ്ട് ഓട്ടത്തിൽ. അവനവന് പറ്റുന്ന തരത്തിലാണ് ഓടുന്നത്, ഓട്ടം പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി, അവിടെ ഈ കുട്ടിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ആരാ, ഇതിലൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ അവിടെ നിൽക്കുമ്പോൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാനിവിടെ തന്നെ ഉള്ളതാ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ, നീ ഇത്ര കുഞ്ഞു കുട്ടിയെ നമ്മൾ കണ്ടിരുന്നോ അവിടെ അങ്ങനെ വിളിച്ചു കൂട്ടിയപ്പോൾ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നമ്മൾ കണ്ടിട്ടില്ല, ഇത്ര കുഞ്ഞു കുട്ടിയിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടിയാണെങ്കിൽ വലിയ വർത്താനമാണ് പറയണേ. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, എന്താ കഥ, അത്ര നേരം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നീ എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ആ ചേട്ടന്മാരുടെ കൂടെ കളിക്കാനായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു, പിന്നെ പഴം തിന്നുമ്പോഴും ഞാൻ കൂടി, അപ്പോൾ പിന്നെ അതിലൊക്കെ ശിക്ഷയിലും ഞാൻ കൂടണ്ടേ, അപ്പോൾ അതുകൊണ്ട് ശിക്ഷ എനിക്കും ബാധകമാണ്, ഞാനത് ഏറ്റുവാങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ വർത്തമാനമൊക്കെ ഒരു കൊച്ചുകുട്ടി പറയില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവർ പിന്നെയും ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് ഭഗവാനായിരുന്നു, അത് കണ്ണൻ്റെ സാക്ഷാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു ലീലയായിരുന്നു അത്. ഗുരുവായൂരപ്പൻ്റെ കഥയൊക്കെ എത്ര കേട്ടാലും നമുക്ക് മതിയാവുക അല്ലേ. അപ്പം ഇനി വേറെ കഥയായിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ.